കയ്പമംഗലം പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട യുവമോർച്ച കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ നടത്തി. കാളമുറിയിൽ നടന്ന ധർണ BJP ജില്ലാ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം കയ്പമംഗലം പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ ഏറുമ്പോൾ തന്നെ UDF-നുള്ളിൽ വലിയ പഠന പിണക്കങ്ങൾ ഉണ്ടായിരുന്നു, നമുക്കറിയാൻ സാധിക്കുന്നു. മുസ്ലിം ലീഗുമായിട്ടുള്ള അനുരഞ്ജനമില്ലായ്മയും ഭരണത്തിൽ മുസ്ലിം ലീഗിന്റെ അതൃപ്തിയും ആ ഭരണത്തിൽ പങ്കാളിയാകുന്നത് സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസും മുസ്ലിം തമ്മിലുള്ള അകൽച്ചയും ഒക്കെ തന്നെ ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയ സമയത്തുമൊക്കെ തന്നെ അതിന്റെ പഠന പിണക്കങ്ങളൊക്കെ തന്നെ നമുക്കറിയാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ കയ്പമംഗലം പഞ്ചായത്തിന്റെ 2.5 വർഷത്തെ കോൺഗ്രസിന്റെ ഭരണം എടുത്തു കഴിഞ്ഞാൽ തികഞ്ഞ കെടുകാര്യസ്ഥത നിറഞ്ഞ ഒരു ഭരണമാണ് ഈ കയ്പമംഗലം പഞ്ചായത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. യുവമോർച്ച പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് അധ്യക്ഷനായിരുന്നു. കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിനൻ മാമ്പറമ്പത്ത്, പ്രശാന്ത്, പ്രതാപൻ, ഹരിദാസ് എന്നിവരും സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ചന്ദ്രാപ്പനി മേഖലാ കൺവെൻഷൻ നടത്തി. കൺവെൻഷനോടനുബന്ധിച്ച് PGയും പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. അന്ന് ഈ ചെറുകഥാ ശില്പശാലകളൊക്കെ കുറവാണ്, സാഹിത്യ ക്യാമ്പുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ കൗതുകമായിരുന്നു. ഇന്നത്തെ വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരെല്ലാവരും അന്ന് കോഴിക്കോട് ജില്ലയിലെ മുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളിൽ, ഒരു കുന്നിൻ മുകളിലുള്ള സ്കൂളിൽ വെച്ചിട്ടാണ് അത് ഉണ്ടായിരുന്നത്. അന്നത്തെ ആ ക്യാമ്പിലുണ്ടായിരുന്ന പുതിയ കഥാകൃത്തുക്കളൊക്കെ തന്നെ ഇന്ന് വളരെ പ്രശസ്തരായിട്ടുള്ള കഥാകൃത്തുക്കളാണ് മലയാളത്തിൽ. അതുപോലെ തന്നെ ഒട്ടുമിക്കവാറും MT വാസുദേവൻ നായരും SK പൊറ്റക്കാടും NP മുഹമ്മദും പ്രിൻസിപ്പൽ കുഞ്ഞ് അബ്ദുള്ളയും സേതുവും ഒക്കെ തന്നെ അങ്ങനെ വളരെയേറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. PG അവിടെ വെച്ചാണ് കാണുന്നത്. PG അതിൻ്റെ ഒരു അന്ന് ദേശാഭിമാനി പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അവിടെ വെച്ച് ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ ഘട്ടങ്ങൾ കടന്നു കഴിഞ്ഞിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് VK രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. AV സതീഷ്, MK ഫൽഗുണൻ, TN അജയ്കുമാർ, സലിം തഷ്ണാത്ത എന്നിവരും സംസാരിച്ചു. DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സമ്മേളനത്തിന് മതിലകം പുതിയകാവിൽ തുടക്കമായി. രാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പ്രകടനവും നടന്നു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീനിവാസനെ കാണിച്ച അങ്ങനെ ഭയങ്കര ബലപ്പെടുത്തത്തോടുകൂടിയല്ലേ ശ്രീനിവാസൻ ഇരിക്കുന്നത്. ഭാര്യ ആവാൻ പോണം കൊച്ചിനോട് പറഞ്ഞു കേട്ടില്ലേ, നീ എൻ്റെ ഒപ്പമാണ് വരാൻ പോകുന്നതെങ്കിൽ മിക്കവാറും ഞാനൊരു 6 മാസമെങ്കിലും അണ്ടർഗ്രൗണ്ട് ആയിരിക്കും. കൊച്ചു പേടിച്ചു, എന്താ അണ്ടർഗ്രൗണ്ട്? അപ്പോൾ ഒളിവിലായിരിക്കും എന്നാ പറയണത്. ഞാനൊരു 6 മാസമെങ്കിലും ഒളിവിലായിരിക്കും. മിക്കവാറും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒടുവിലുണ്ട് കൃഷ്ണൻ അവിടെ ചെന്ന് ചായ കുടിക്കാൻ പോകുമ്പോഴത്തേക്കും നീ ജീവൻ വേണമെങ്കിൽ നീ ഇപ്പം തന്നെ പോയിക്കോളൂ, ചായയും ബിസ്ക്കറ്റും കഴിച്ചാൽ ചിലപ്പോൾ ജീവൻ തിരിച്ചു കിട്ടൂല. അങ്ങനെയാണ് രണ്ടുപേരും കൂടി പോകുന്നത്. ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് കാണുന്നതും ഓർക്കുന്നതും മനസ്സിലാക്കണമൊക്കെ നല്ലതാണ്. കാരണം നമ്മളെക്കുറിച്ച് എന്താ എതിരാളി പറയണതെന്ന് ഇടയ്ക്ക് നോക്കിയാൽ നമ്മുടെ നേരെ തിരിക്കുന്ന ഒരു കണ്ണാടി പോലെ ഇരിക്കും. എതിരാളി പറയുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കൂടി പോകും. സത്യനന്ദിക്കാട് പറഞ്ഞത് അത്രയും നമ്മളെക്കുറിച്ച് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ശരിയായിരിക്കില്ല. പക്ഷെ ചെറിയൊരു കണ്ണാടിയാണത്, ബ്ലേഡായിട്ടുള്ള വിഷനായിരിക്കും. ശരിയായിരിക്കും നിലയിലുള്ള നമ്മുടെ രൂപത്തെക്കുറിച്ചുള്ള ഒരു പ്രതിഫലനമാകണമെന്നില്ല. പക്ഷെ ഏത് വിമർശനം വരുമ്പോഴും ഒന്ന് ചെറുതായി നോക്കണം, നല്ലതാണ്. ശരിയാണോ, ഇതെനിക്ക് കൂടി ബാധകമാണോ എന്ന് നോക്കുന്നത് നല്ലതാണ്. DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് EA നവാസ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം CB ഷിബു, ജില്ലാ കമ്മിറ്റി അംഗം PB അനൂപ്, CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, KR ജൈത്രൻ, EV രമേശൻ, പുഷ്പ ശ്രീനിവാസൻ എന്നിവരും സംസാരിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4:30 മതിലകം സെന്ററിൽ പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TK ഹംസ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. SYS കൂരിക്കുഴി മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദർശ സമ്മേളനം നടത്തി. കൂരിക്കുഴി ബാബുൽ ഉലൂം മദ്രസ പരിസരത്ത് നടന്ന സമ്മേളനം ശൈഖുന കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി ഇബാദത്തിന്റെ ഉച്ചത്ത് തൗഹീദ് എന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും തൗഹീദിന്റെ ശബ്ദം മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഇസ്ലാമിൽ കടന്നു വന്നൊരു മനുഷ്യൻ ഇനി ബഹുദൈവാരാധകരായി മാറുകയില്ലെന്ന് അല്ലാഹു റസൂൽ പ്രഖ്യാപിച്ചു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ലോകം അത് കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുസ്ലിമീങ്ങൾ മുഴുവനും അല്ലാഹു റസൂലിനെ വിളിക്കുന്നു, മഹാന്മാരായ ആളുകളെ വിളിക്കുന്നു, മരിച്ചുപോയ മഹത്തുക്കൾ വിളിക്കുന്നു. എന്തുകൊണ്ട് വിളിക്കുന്നു? ഇപ്പോഴാണ് മുജാഹിദിന് കണ്ണു തുറന്നത്. മുജാഹിദിന്റെ ഡോക്ടറേറ്റ് എടുത്ത സക്കരിയ സലാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിച്ചതിന്റെ കൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂല് മറ്റൊരു വാക്കും പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് മുജാഹിദ് പറയാൻ തുടങ്ങിയത്, നിങ്ങൾ ഒരു ഫോറസ്റ്റിലോ ഒരു മരുഭൂമിയിലോ എത്തിപ്പെട്ടാൽ നിങ്ങളുടെ മൃഗം നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലുള്ള മൃഗം എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ്. ഇന്നത്തെ പോലെ കാറും മറ്റു വാഹനങ്ങളും ഇല്ല. നസ്രുദ്ദീൻ ദാരിമി അധ്യക്ഷനായിരുന്നു. ഷൗക്കത്ത് അലി സഖാഫി ചെറുതുരുത്തി മുഖ്യപ്രഭാഷണം നടത്തി. ഇസ്ഹാഖ് ചളിങ്ങാട്, നൌഷാദ് മൂന്ന് പീടിക, ആസിഫ് ചളിങ്ങാട്, അബു താഹിർ സഖാഫി, അബ്ദുൽ ഗഫൂർ മൗലവി, അബ്ദുൽ നാസിർ സഖാഫി എന്നിവരും സംസാരിച്ചു. തൃപ്പയാറിലും എടമുട്ടത്തും വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന പാൻ മസാലകൾ പോലീസ് പിടിച്ചെടുത്തു. കടയുടമകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്പയാർ സെന്ററിൽ പെട്ടിക്കട നടത്തുന്ന കണ്ടശങ്കടവ് സ്വദേശി ചക്കനാത്ത് ജോർജ്, എടമുട്ടത്ത് ഫ്രൂട്ട്സ് കട നടത്തുന്ന വലിയകത്ത് ഹനീഫ എന്നിവരെയാണ് വലപ്പാട് പോലീസ് പിടികൂടിയത്. ഇവരുടെ കടകളിൽ നിന്നും 200ഓളം പാക്കറ്റ് പാൻ മസാലകളും പോലീസ് പിടിച്ചെടുത്തു. കയ്പമംഗലം ഗ്രാമലക്ഷ്മി റോഡിൽ മാമ്പറമ്പത്ത് പരേതനായ പാറക്കുട്ടി രാമന്റെ ഭാര്യ അമ്മാളു നിര്യാതയായി. 89 വയസ്സായിരുന്നു. വിജയൻ, ഉണ്ണികൃഷ്ണൻ, സുബ്രഹ്മണ്യൻ, ബേബി, ജയപ്രഭ, ഇന്ദിര, സുലോചന എന്നിവർ മക്കളും. ബേബി, നീന, സ്മിത, സദാനന്ദൻ, ഗോപി, രാമചന്ദ്രൻ, അശോകൻ എന്നിവർ മരുമക്കളുമാണ്. ശവസംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. ചന്ദ്രാപിനി സെന്ററിന് കിഴക്ക് ഭാഗം മുറ്റിച്ചൂർ വീട്ടിൽ കൃഷ്ണൻ എന്ന അമ്പാടി മാഷ് നിര്യാതനായി. 91 വയസ്സായിരുന്നു. പുഷ്പാർജന ടീച്ചറാണ് ഭാര്യ. ചന്ദ്രബാബു, സുരേഷ് കുമാർ, സുധ എന്നിവർ മക്കളും. കല്യാണക്കുട്ടി, സിനി, അശോകൻ എന്നിവർ മരുമക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകൾ. നമസ്കാരം, STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. AITUC സംസ്ഥാന സമ്മേളനം കൊടുങ്ങല്ലൂരിൽ ആരംഭിച്ചു. വൈദ്യുതി ഇല്ലാത്ത നാടിന് എമർജിംഗ് കേരള കൊണ്ട് ഗുണമുണ്ടാകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സമ്മേളനത്തിന് മതിലകം പുതിയകാവിൽ തുടക്കമായി. കയ്പമംഗലം പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകരുടെ സായാഹ്ന ധർണ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.